ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നൈറ്റിക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കുന്നില്ല, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ക്യാൻവാസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് എനിക്ക് ആവശ്യമുള്ള അത്രയും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈൻ എനിക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ അത്രയും ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ 6.5 ഇഞ്ച് ലെങ്ത്തിലും ഞാനിവിടെ ഒരു ബോക്സായിട്ട് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലെങ്ത്ത് അതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മളിവിടെ വരച്ചിട്ട് അവിടെ നിന്ന് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റും ഒരു 1.5 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഞാൻ വരക്കാണ്. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തൊരു ഡിസൈനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ വരച്ച് വന്നപ്പോൾ തോന്നിയൊരു ഇതിൽ എടുത്തതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണതാണ് സത്യത്തിൽ. ഒരു 1.5 ഇഞ്ച് വെച്ച് ഞാനിവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാനിങ്ങനെ ഒന്ന് താഴേക്ക് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ വീണ്ടും ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാണ്. ഞാൻ ആ ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഈ താഴെ ഉണ്ടല്ലോ അവിടെ ഒരു 3.5 ഇഞ്ച് ഞാനൊരു ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആ 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഞാൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഫുൾ 1.5 ഇഞ്ചാണ് കേട്ടോ നമ്മൾ താഴേക്ക് എടുക്കുന്നത്. അപ്പോൾ ആദ്യം വരച്ചിരിക്കുന്ന ആ ഒരു വര ഞാൻ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കിയതാണ്, അത് മായിന് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഫുൾ 1.5 ഇഞ്ച് ഒരു ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് താഴെ ഒരു 3.5 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ അവസാനിപ്പിക്കുന്ന ആ ഒരു ഷേപ്പ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ക്യാൻവാസിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മേളിൽ നമ്മുടെ വീതിയുടെ അവിടെയും കുറച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തേക്കണ ആ ഒരു പോർഷൻ അത് നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്ന കത്രിക യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്കൊരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തുണിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഡോട്ട്സ് ഉള്ള നല്ല ഒരു നൈറ്റിയുടെ ബിറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ഷോൾഡറും ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊരാളുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഒരിക്കലും തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമ്മൾ ഒരു ചുരിദാറിൽ നിന്ന് അളവെടുക്കുമ്പോൾ അതും അതിൻ്റെ പുറം ഭാഗം, അതായത് ചീത്ത വശത്ത് നിന്നാണ് അളവെടുക്കണമെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പോട് കൂടിയും അല്ലാതെയും നമ്മൾ എടുക്കണം. അതുപോലെ നല്ല വശത്തു നിന്നാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് 2 വശത്തും കൂട്ടിയിടണത് നല്ലതാണ്. അല്ലാതെ നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ ഷോൾഡറും അതുപോലെ വേസ്റ്റ്, ചെസ്റ്റ്, ഹിപ്പ് എല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും 4/1 നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4/1 ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് പ്ലസ് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചോളം വെച്ചിട്ട് നമ്മൾ 2 ഭാഗത്തും ഈ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ നമ്മൾ കൈക്കുഴി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഒരുപാട് കൂട്ടി എടുക്കണം എന്നില്ല. ഇനി സംശയം എന്തെങ്കിലും കുറച്ചുകൂടി വല്ലാതെ തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ സാധാരണ നമ്മൾ അത്രയും തന്നെ എടുത്താലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ കൈക്കുഴിയുടെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് 1-1.5 ഇഞ്ചോ, ഇപ്പം നമ്മൾ ടോപ്പിനൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് കറക്റ്റ് പക്കാ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ
1.25 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ മതിയാകും. 1.5 ഇഞ്ചിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ തയ്യൽ തുമ്പോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ താഴെ വരെ മാക്സിമം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ താഴെ ഒന്ന് ചിലപ്പോൾ തൂങ്ങിക്കിടക്കുന്ന ഫീൽ വരും. അങ്ങനെ കുഴപ്പമില്ല, കുറച്ച് വിരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അത് ഷേപ്പ് ചെയ്യണം എന്നില്ല. പക്ഷെ കുറച്ച് ഷേപ്പിൽ കിടക്കണം എന്നുള്ളവർക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് താഴെ വരെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തുണിയിലേക്ക് നമുക്ക് നമ്മുടെ നെക്ക് അത് ഒന്ന് കറക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് ഒന്ന് നമ്മുടെ നെക്കിന് ഉള്ള ആ ഒരു അത്രയും പോഷൻ നമുക്ക് അല്ലാതെ കിട്ടില്ല. കാരണം നമ്മുടെ തുണിയിൽ നിന്ന് ഒന്നും തന്നെ പോകാനില്ലാത്തൊരു ഇതാണ് നൈറ്റി ബിറ്റ്. അപ്പോൾ ഞാനിവിടെ സൈഡിലുള്ള 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ നെക്ക് ഒന്ന് തേച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലേസിംഗ് ഉള്ള പോർഷൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് ഭംഗിയായിട്ടൊന്ന് നല്ലോണം തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒട്ടിയിരിക്കും. നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നല്ല വൃത്തിയായിട്ട്, അപ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഇതിൽ നല്ലോണം ഒട്ടിപ്പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഒട്ടാത്തൊരവസ്ഥ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് ഒന്ന് തേച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ഈ ഒരു അരികുണ്ടല്ലോ, ഞാനൊരു 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ആ ഷേപ്പിനൊത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഒരു മിഡ് പോയിൻ്റ്, അതായത് നേരെ പകുതിക്ക് വെച്ചൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല വശം ഉണ്ടല്ലോ, അതായത് നല്ല വശത്തല്ല, നമ്മൾ മോശം വശത്തിട്ട് ഇതേപോലെ, അതായത് നിങ്ങൾ ഓർക്കുക നമ്മൾ ഫ്രണ്ടിൽ വരാനുള്ള പോർഷനാണിത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതേപോലെ മറിച്ച് അപ്പുറം വരുമ്പോൾ നല്ല വശത്തോട്ടാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്, ചീത്ത വശത്തുനിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചടിക്കാറാണ് പതിവ്. ഇത് ഈ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് ഈ നമ്മുടെ നെക്കിൻ്റെ സൈഡ് ഈ ക്യാൻവാസിലേക്ക് നമ്മൾ ഈ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ക്യാൻവാസ് വെക്കണത് എപ്പോഴും ചീത്ത വശത്ത് വെക്കുക. ഓക്കെ, ചീത്ത വശത്താണ് വെക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ഒരു നെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോഴാണല്ലോ നല്ല വശത്തോട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നല്ല വശം ഭാഗം തന്നെ, ക്യാൻവാസ് വെക്കാത്ത ഭാഗം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്, ഇത്തരം വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ തുണിയിലേക്ക് വരാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ തുണിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചീത്ത വശത്തിൽ ഇതുപോലെ ഈ രീതിയിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്നതും ചീത്ത വശത്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് 4 ഇഞ്ച് ഗ്യാപ്പിൽ, 4 ഇഞ്ച് ഗ്യാപ്പ് വേണ്ട, നമ്മൾ ക്യാൻവാസിൽ മുട്ടാതെ വരുന്ന രീതിയിൽ, എന്നാൽ ചേർന്ന് ക്യാൻവാസിനോട് ചേർന്ന് വരണം. ഓക്കെ, 4 ഇഞ്ച് നമ്മൾ വിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ക്യാൻവാസിൽ സ്റ്റിച്ച് ആവുകയും ചെയ്യരുത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഷേപ്പ് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഒട്ടും കയറിയും പോകരുത്. ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ചിൽ നിന്ന് ഒരു 4 ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഷേപ്പ് നോക്കിയിട്ട് അത് ഏത് ഷേപ്പാണെങ്കിലും നമ്മൾ അതിനോട് ഒപ്പിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് ആ മറിക്കുമ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനി ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് ജസ്റ്റ് വെട്ടിയെടുക്കാം. ഒരുപാട് ചേർന്ന് പോരുത്, നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് കട്ടാവരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു 1/4 ഇഞ്ചിൽ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് നെക്ക് കിട്ടും. അത് ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ നമ്മൾ ടോപ്പിലായാലും ഒക്കെ നമ്മളൊന്ന് നല്ലപോലെ മറിച്ചെടുത്ത് ഒന്ന് തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് നെക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കപ്പോൾ ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചെടുത്തപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് എല്ലാം നല്ല വശം തന്നെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പതിച്ചടിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിനി അതൊന്ന് പതിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി നമ്മൾ തേച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു ചുളിവും കൂടാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ നമ്മളിവിടെ ബാക്ക് നെക്കിൽ ക്യാൻവാസ് നമ്മൾ വെക്കുന്നില്ല. ബാക്ക് നെക്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിൽ മാത്രമായിരിക്കും നമുക്ക് കുറച്ച് ഇതുപോലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. ഓക്കെ. നമ്മുടെ നെക്കിലും അതുപോലെ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തും നമുക്ക് ഒന്ന് പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയിലൊരു നെക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ് കേട്ടോ. നല്ല ഇതായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മളിതാ പൈപ്പിംഗ് വെക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ വെക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ മറിച്ച് ഇതുപോലെ ഇട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് മറിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത്. വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മറിച്ച് പിടിച്ചിട്ട്, ഓക്കെ, നമ്മൾ ബാക്ക് വശം അതിൻ്റെ പൈപ്പിങ് അപ്പുറത്ത് വരുന്ന ഭാഗത്തും, അതായത് നമ്മൾ അടിക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് പോർഷനാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ ഒന്ന് ഫുള്ള് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ചിങ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നല്ല ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു നൈറ്റിയുടെ ലുക്ക് തന്നെ മാറ്റുന്ന ഓരോ നെക്ക് ഡിസൈൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലത് നമ്മുടെ നൈറ്റീനെ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് നല്ല ഇതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പതിച്ചടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇത് മൊത്തത്തിൽ അകത്തേക്ക് ഇതേപോലെ ഒന്ന് അകത്തേക്ക് വിടും. ഈ ഒരു ബ്ലാക്ക് പോർഷൻ ഇങ്ങനെ ഫുൾ അകത്തേക്ക് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ ചെയ്യണത്.
ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് ഇത് പൈപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സ്പീഡ് കൂടിപ്പോയി എന്നൊക്കെ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ആദ്യമേ തന്നെ സോറി പറയാണ്. കാരണം അത് ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. കംപ്ലീറ്റ് ഇതൊന്ന് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. വണ്ടിയുടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് കയറണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ ചില ഭാഗത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് കയറാതെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി പതുക്കെ നമ്മൾ സമാധാനത്തിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഇതേപോലെ അവിടെയും ഞാൻ ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പതിച്ചടിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആയിട്ട് നമ്മൾ പതിച്ചടിക്കുന്നില്ല. നമ്മൾ ഈ ഒരു തുണിയിലേക്ക് തന്നെ ഞാനിവിടെ പതിച്ചടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വളവ് അങ്ങനത്തെ ആ ഒരു ഷേപ്പൊക്കെ വരുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ നൈറ്റിയിലേക്ക് തന്നെയാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇതുപോലെ ഇതേ ഷേപ്പിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വളവ് വരുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കയറി ഇറങ്ങി പോകാതെ കറക്റ്റ് ഷേപ്പിന് തന്നെ പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് ബിഗിനേഴ്സിന് പോലും നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻവാസ് ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തുണിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ല നെക്ക് ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ക്യാൻവാസിൽ വെട്ടിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ തുണിയിലാണെങ്കിലും നമുക്ക് വെട്ടിയെടുത്ത് ആ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ അടിച്ച് മറിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ക്യാൻവാസ് തന്നെ വേണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള പൈപ്പിങ്ങുകളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.